everyone, welcome back to our channel. +1 Political Science. +1 Political Scienceൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ടോപ്പിക്കിൻ്റെ. അപ്പോൾ ഇന്ന് മെയിൻ പോയിൻറ്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന പോയിൻറ്റ്സ്, പ്രധാന ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ പ്രധാന ഇനങ്ങൾ? വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ, ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 8 പോയിൻറ്റ്സാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് മൂവ് ചെയ്തത് ആരാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് പോയിൻറ്റ്, ഇന്ത്യ ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. The next point, India shall be a union of erstwhile British Indian territories, Indian states and other parts outside British India and Indian states as are willing to be a part of the union. ഇതാണ് രണ്ടാമത്തെ ഇനം. എന്താണ് പറഞ്ഞത്? അതായത് മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളായ അല്ലെങ്കിൽ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റ് പ്രദേശങ്ങൾ എന്നിവയുടെ എല്ലാം ഒരു യൂണിയനായിരിക്കും ഇന്ത്യ എന്നുള്ളതാണ് രണ്ടാമത്തെ ഇതിൽ ഉൾപ്പെടുത്തിയ ഇനം, അല്ലെങ്കിൽ ഇതിലെ രണ്ടാമത്തെ പോയിന്റ്. ദെൻ തേർഡ് വൺ, territories forming the union shall be autonomous unit and exercise all powers and functions of government and administration except those assigned to do or vested in the union. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ അവർക്ക് എന്താണ്? സ്വയംഭരണ അധികാരമുള്ളവയായിരിക്കും. യൂണിയൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള അഥവാ യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ള വിഷയങ്ങളിലൊഴികെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെയും സർവ്വ അധികാരങ്ങളും ചുമതലകളും ഈ പ്രദേശങ്ങൾക്ക് പ്രയോഗിക്കാവുണ്ട്. എന്താണ്? ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അവർക്ക് എന്തുണ്ടാകുമെന്നുള്ളതാണ്? സ്വയംഭരണ അധികാരം ഉള്ളവയായിരിക്കും, ഓട്ടോണമസ് പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൾ ഫ്ലോ ഫ്രം ദ പീപ്പിൾ. എന്താണ്? സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിൻ്റെ ഭരണഘടനയുടെയും സർവ്വ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് സിദ്ധിക്കുക. എന്താണ്? ജനങ്ങളിൽ നിന്നാണ് എല്ലാ അധികാരവും, ജനങ്ങളിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ഷാൾ ബി ഗ്യാരണ്ടീഡ് ആൻഡ് സെക്യൂർഡ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഫണ്ടമെൻ്റൽ freedoms of speech, expression, belief, faith, worship and vocation, association and action subject to law and public morality. എന്താണ് പറയുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കണം. ജനങ്ങൾക്കെല്ലാം സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പാക്കണം. അതുപോലെ പദവി സമത്വം, അവസര സമത്വം, നിയമത്തിന് മുന്നിൽ തുല്യത എന്നിവ ഉറപ്പുവരുത്തും. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്നുള്ളതും ഇക്വാലിറ്റി ബിഫോർ ലോ ഉറപ്പുവരുത്തും. നിയമത്തിനും അതുപോലെ തന്നെ പൊതു ധാർമ്മികതക്കും വിധേയമായി അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനും എല്ലാത്തിനും അതുപോലെ വിശ്വസിക്കാനും ആരാധിക്കാനും തൊഴിലിനും സംഘടിച്ച് അഥവാ ഒന്നിച്ച് പ്രവർത്തിക്കാനും എല്ലാത്തിനും ഉള്ള മൗലിക സ്വാതന്ത്ര്യം, ഈ ഒരു മൗലിക സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പാക്കും. ഇതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പോയിന്റ്. ദെൻ നെക്സ്റ്റ് വൺ,
The minorities, backward and tribal areas, depressed and other backward classes shall be provided adequate safeguard. അതായത് ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ പ്രദേശങ്ങൾ, അധംസ്ഥിതർ, മറ്റു പിന്നോക്ക വർഗങ്ങൾ എന്നിവയ്ക്ക് അല്ലെങ്കിൽ എന്നിവർക്ക് മതിയായ സംരക്ഷണം നൽകും. ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് പിന്നോക്ക ജാതിക്കാർക്കും മറ്റ് അധംസ്ഥിതർക്കും മറ്റ് എല്ലാ പിന്നോക്ക വർഗങ്ങൾക്കൊക്കെ എല്ലാവർക്കും മതിയായിട്ടുള്ള സംരക്ഷണം ഗവൺമെൻറ് നൽകും. എല്ലാവർക്കും സംരക്ഷണം ഉറപ്പ് നൽകും എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, the territorial integrity of the republic and its sovereign right on land, sea and air shall be maintained according to justice and law of civilized nations. അതായത് പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമങ്ങൾക്കും അനുസൃതമായി റിപ്പബ്ലിക്കിൻ്റെ പ്രദേശപരമായിട്ടുള്ള അഖണ്ഡതയും ഭൂമി, കടൽ, വ്യോമം എന്നിവയിന്മേലുള്ള പരമാധികാരവും നിലനിർത്തും. അതായത് പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമങ്ങൾക്കും അനുസൃതമായിട്ട് റിപ്പബ്ലിക്കിൻ്റെ പ്രദേശപരമായിട്ടുള്ള അഖണ്ഡത നിലനിർത്തും. അതുപോലെ ഭൂമി, കടൽ, വ്യോമം ഇവയ്ക്കൊക്കെ എന്നിവയിന്മേലുള്ള പരമാധികാരവും നിലനിർത്തും. ഇവയിലൊക്കെ എന്തുണ്ടാവും? പരമാധികാരം ഉണ്ടാവും. ഇതും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, the land would make full and willing contribution to the promotion of world peace and welfare of mankind. ലോകസമാധാനം, മാനവരാശിയുടെ ക്ഷേമം, വേൾഡ് പീസ്, അതുപോലെ വെൽഫെയർ, മാനവരാശിയുടെ ക്ഷേമം, ഇവയെല്ലാം വളർത്തുന്നതിന് രാജ്യം പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ സംഭാവനകൾ നൽകും. എന്നാണ് ലോകസമാധാനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഇവ രണ്ടും വളർത്തുന്നതിന് രാജ്യം എപ്പോഴും സന്നദ്ധമായിരിക്കും. പൂർണ്ണ മനസ്സോടുകൂടി എപ്പോഴും സന്നദ്ധമായിരിക്കണം. അതിനുവേണ്ടി നിറഞ്ഞ സംഭാവനകൾ, സംഭാവനകൾ നൽകാനും രാജ്യം തയ്യാറാകും എന്നൊക്കെയാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ഇനങ്ങൾ, മെയിൻ പോയിന്റ്സ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. വി നോ ദാറ്റ് ദിസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള മെയിൻ പോയിന്റ്സ്? ഇപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ള ഒരു 3 പോയിന്റ്സ് ചെയ്താൽ 4 പോയിന്റ്സ് ചെയ്താൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. 8 പോയിന്റ്സ്, 8 ഇനങ്ങൾ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്. വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്? ആ ചെറിയൊരു ഭാഗം കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് ആ ഭാഗം കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം. വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്? ഇഫക്റ്റീവ് ഡെമോക്രാറ്റിക് ഗവേണൻസ് റിക്വയർസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എമംഗ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വാട്ട് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പം വാട്ട് ഈസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? സെപ്പറേഷൻ ഓഫ് പവർ എന്ന ടേം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, 2-3 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്? അധികാര വിഭജനം. എന്തിനു വേണ്ടിയാണ് അധികാര വിഭജനം? ഈ ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസിനെ എന്ത് ചെയ്തിരിക്കുന്നു? വിഭജിച്ചിരിക്കുന്നു. വെറുതെ അങ്ങ് വിഭജിച്ചിരിക്കുകയാണോ? അല്ല. ഓരോ ഓർഗൻസിനും അവരുടേതായ പവേഴ്സും ഫങ്ഷൻസും ഒക്കെ കൊടുത്തിട്ടാണ് അവരെ വിഭജിച്ചിരിക്കുന്നത്. അപ്പം അധികാരം ഈ 3 ഓർഗൻസിനിടയിൽ വിഭജിച്ചിരിക്കുന്നു. ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ബിറ്റ്വീൻ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഈസ് കോൾഡ് വാട്ട് ഈസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എന്താണ് സെപ്പറേഷൻ? ഇതാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ആ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വർക്ക്ഡ് ഹാർഡ് ടു ഇവോൾവ് ദ റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ദീസ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 3 ഇവർക്കിടയിൽ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദിസ് ലീഡ്സ് ടു ദ അഡോപ്ഷൻ ഓഫ് ദ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇത്
അതിലേക്ക് നയിച്ചു. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നതിലേക്കും, അതുപോലെ ഫെഡറൽ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇതിൽ നിന്ന് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഓർഗൻസിൻ്റെ ഇടയിൽ അധികാരം വിഭജിച്ച് കൊടുക്കുക. ഓരോ ഓർഗനും അവരുടേതായ ചുമതല നൽകുക. അപ്പം ഇങ്ങനെ പവർ ഡിവൈഡ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ചെയ്തതിനെ പറയുന്ന ടേമാണ്, കൺസെപ്റ്റാണ് എന്ത്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. വൈൽ മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, the Constituent Assembly drew from the experience of other countries. A large number of provisions were borrowed from other countries and made suitable to Indian countries. In this respect, our constitution is a reflection of the best available in the world. ലോകത്ത് അവൈലബിൾ ആയിരിക്കുന്നതിൽ ഏറ്റവും നല്ല കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറയാം. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് പാർട്ടുകൾ, ഒരുപാട് ഭാഗങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ബോറോവ്ഡ് പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു ഡീറ്റെയിൽഡ് ടോപ്പിക് അഥവാ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും ഈ ചാപ്റ്ററിൽ ഉൾപ്പെട്ടതാണ്. അത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, നമുക്ക് PSCകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ പോയിൻറ്റ്സും വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റും, ഇതിൽ നിന്നും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്താണെന്നും ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുണ്ട്.